നമസ്കാരം. നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണോ? പിന്നെ ഇവിടെ അടുത്തുള്ള ആളുകളാണ്. ആണോ? എന്ത് മനോഹരമായ ഒരു തീരമാണിതല്ലേ? പിന്നെ ഇത്രയും നല്ലൊരു സ്ഥലമുണ്ടോ? ഇതൊക്കെ വെറുതെ കിടക്കുമല്ലേ? വെറുതെ എടുക്കുകയാണ്. പുറമ്പോക്ക് ഇതൊക്കെ കെട്ടി സംരക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാർക്കായിട്ട് ഉപയോഗിക്കാം. നല്ല ശുദ്ധവായു ശ്വസിച്ച് ആളുകൾക്ക് വൈകിട്ട് വന്നിരിക്കാനും ടൂറിസത്തിന് ഇവിടെയൊക്കെ നല്ല സാധ്യതയുള്ളൊരു പ്രദേശമാണ്. ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണലും കിട്ടും അല്ലേ? കിട്ടും. ഇവിടെ കുറച്ച് ഫലവൃക്ഷ തൈകൾ വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഇതിൽ നട്ടുപോയിട്ടുണ്ട്. കാണുന്നില്ലല്ലോ ചേട്ടാ, കണ്ണട ഒന്ന് മാറ്റിയിട്ട് ഒന്ന് നോക്കി നോക്കിയേ. ഒന്നും കാണുന്നില്ലല്ലോ. അടുത്ത് പോയി നോക്കേണ്ടി വരും. അതുപോലെയാണ് അത് നിൽക്കുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കിയേ, അത് മനസ്സിലാവും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ശ്രീമൂലനഗരം പഞ്ചായത്ത്. പ്രവൃത്തിയുടെ പേര് റോഡ് സൈഡിൽ ഫലവൃക്ഷ തൈ വെച്ചുപിടിപ്പിക്കലും പരിപാലനവും. എസ്റ്റിമേറ്റ് തുക 2 ലക്ഷം. ശരിയാണല്ലോ ചേട്ടൻ പറഞ്ഞേ? ഈ തൈകളൊക്കെ എന്ത് ചെയ്യും? പിന്നെ 2 ലക്ഷത്തിൻ്റെ തൈയാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ മാത്രമല്ല, അത് ഈ റോഡിന്റെ 2 സൈഡിലും അവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞില്ല ഇതിന്റെ പ്രവൃത്തി കഴിഞ്ഞിട്ട്? 6 മാസം മുമ്പ് കുറച്ച് വൃക്ഷങ്ങളൊക്കെ ഇവിടെ തൈകളൊക്കെ നട്ടിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. പിന്നെ എങ്ങനെയെങ്കിലും ഇവർക്ക് ഈ തുക പാസ്സാക്കി എടുക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീണ്ടും വന്നിട്ട് ഇവരുടെ ഓഫീസർ സഹിതം ഒരു ഇൻസ്പെക്ഷൻ ടീം വന്നു. ഈ ഒരു 5-6 വൃക്ഷങ്ങളൊക്കെ ഇവിടെ തൈകളൊക്കെ നട്ടു. ഇതെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം കംപ്ലീറ്റ് കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തുക പാസ്സായി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്. ഇത് പബ്ലിക്കലി വച്ച് കഴിഞ്ഞപ്പോൾ ഇത് തെളിവായി. 2 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് പാസ്സായി. ഈ കംപ്ലീറ്റ്ലി ഈ സംഭവത്തിൽ നടന്നേക്കണ ഒരു വലിയൊരു തട്ടിപ്പാണ് നടന്നേക്കുന്നത്. തണലിന് വേണ്ടി കുത്തിയിരുന്ന കപ്പ മാത്രം മുളച്ച് നിൽപ്പുണ്ട്. നമ്മൾ വിചാരിച്ച് ഇത് വല്ല തൊഴിലുറപ്പുകാർ വല്ല ഫ്രീ ആയിട്ട് വന്ന് കുറച്ച് ദിവസമൊക്കെ ചെയ്തിട്ട് പോകണമായിരിക്കും. കാരണം അവർക്ക് ശമ്പളം കിട്ടണമാണല്ലോ. ഈ ബോർഡ് വയ്ക്കുമ്പോഴാണ് നമ്മൾ അറിയണത് ഇത് 2 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്. 2 ലക്ഷം രൂപ ചെലവഴിച്ച് ഫലവൃക്ഷ തൈകൾ നട്ട പ്രവൃത്തിയിലൂടെ 159 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രവൃത്തിയുടെ അനധികൃത ഫലം മറ്റാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. വിനു പാമ്പയ്ക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്,